ഹലോ ഗായ്സ്, ഐം ബാക്ക് വിത്ത് എ ന്യൂ ലോങ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടുപോലെ തന്നെ ഹിന്ദിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് ഒരു പ്രത്യേക സമയത്ത് തുടരെ ഒരു കമൻറ്റ് വന്നുകൊണ്ടുണ്ടായിരുന്നു, ഹിന്ദി ടിപ്സ് പറഞ്ഞുതരോ, ഹിന്ദി എങ്ങനെയാണ് പഠിക്കുന്നത് പറഞ്ഞുതരോ. എനിക്ക് ആ സമയത്ത് വയ്യാത്തത് കൊണ്ടും, അതായത് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട്, അതേപോലെ തന്നെ മെൻ്റലി കുറച്ച് ഡൗൺ ആയ സമയത്തുമായിരുന്നു എനിക്ക് ആ ഒരു കമൻറ്റ് വന്നുകൊണ്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അതിന് കമൻറ്റ് കൊടുക്കുമായിരുന്നു, ഞാൻ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞ്. എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിനൊട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. മാത്രമല്ല, എനിക്ക് ആ ഒരു ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നില്ല. ഐ ആം വെരി സോറി ടു ദാറ്റ് പേഴ്സൺ. ഐ ആം വെരി സോറി എന്ന് വെച്ചാൽ എനിക്ക് നല്ല ക്ഷമ ചോദിക്കണമെന്നുണ്ട്. ബിക്കോസ് എന്നോട് അത്രയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇഫ് യു ആർ സീയിങ് ദിസ്, ഐ ആം വെരി സോറി ആൻഡ് ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഹിന്ദിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഹിന്ദി ഒരു ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്ന ഒരാളല്ല. ഹിന്ദി ഞാൻ പഠിക്കുന്നത് ഒരു സബ്ജക്റ്റ് ആയിട്ടാണ്. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഞാൻ പറയാം. അതായത് എനിക്കിപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കാനാണെങ്കിൽ മേരാ നാം ശ്രീലക്ഷ്മി ഹേ, അച്ഛാ ഹേ, പിന്നെ എന്താ ഭാരത് ഹമാര രാഷ്ട്രഭാഷ ഹേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. സീരിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് മലയാളം സംസാരിക്കുന്നത് പോലെയോ അതേപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെയോ ഹിന്ദി സംസാരിക്കാൻ പറ്റില്ല. ഫ്ലുവൻ്റ് അല്ല എന്നല്ല, ഒട്ടും എനിക്കറിയില്ല. ഫ്ലുവൻസി എന്ന് പറയുന്നത് നമുക്ക് അത് മനസ്സിൽ വന്ന് വായിൽ വന്ന് അതിനൊരു ഇനോവേഷൻ ഉണ്ടാകുന്നതാണ് നമ്മൾ ഫ്ലുവൻസി ഇല്ലായ്മ എന്ന് പറയുന്നത്. പക്ഷേ ഇത് എനിക്കറിയില്ല. ആൻഡ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുമില്ല. എനിക്ക് ഹിന്ദി ലാംഗ്വേജ് വലിയ ഇഷ്ടമല്ല. അത് വളരെ മോശമായ ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. ഹിന്ദി ലാംഗ്വേജ് ഇഷ്ടമല്ലാത്തതല്ല. നമ്മൾ ഇനിയിപ്പോൾ +2 കഴിഞ്ഞ് ഞാൻ എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ ഹിന്ദി എ ബിറ്റ് എസെൻഷ്യൽ ഫോർ മീ. പഠിക്കണം ഉണ്ട്, കുറച്ച് അങ്ങോട്ടെത്തി പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, എനിക്ക് ഹിന്ദി ഇഷ്ടമല്ല പഠിക്കാൻ, പക്ഷേ എനിക്ക് മാർക്ക് വേണമെങ്കിൽ ഹിന്ദിയിൽ നല്ല മാർക്ക് വേണം. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സീരിയസ്ലി പറയുകയാണെങ്കിൽ ഇതൊരു സ്റ്റഡി ടിപ്സിൻ്റെ വീഡിയോ അല്ല. എനിക്ക് ഹിന്ദിയിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഹിന്ദിയിൽ ഒട്ടും സംസാരിക്കാൻ അറിയാത്ത നീ എങ്ങനെയാണ് നീ ഹിന്ദിയുടെ ടിപ്സ് അല്ലെങ്കിൽ ഹിന്ദിക്ക് മാർക്ക് എങ്ങനെയാണ് മേടിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നതെന്ന്. അതിനെനിക്ക് പറയാനുള്ളത്, എനിക്ക് +1 100 ഔട്ട് ഓഫ് 100 ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഹിന്ദി സബ്ജക്റ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. മാർക്ക് വാങ്ങിക്കാൻ എനിക്കറിയാം, പക്ഷെ സംസാരിക്കാൻ അറിയില്ല. നോട്ട് ദ പോയിന്റ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഹിന്ദി നല്ല ഫൗണ്ടേഷനോടെ, ലൈക്ക് നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ അത്രക്കും നല്ല രീതിയിൽ ഹിന്ദി പഠിക്കണം എന്നുള്ള ഒരാളാണ്, അങ്ങനത്തെ ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഇത് സ്കിപ്പ് ചെയ്യാം. ലൈക്ക് ഈ വീഡിയോ കാണണ്ട. ബിക്കോസ് ഞാൻ പറയാൻ പോകുന്ന വെറും മണ്ടത്തരങ്ങളാണ്. എന്നെപ്പോലത്തെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഈ വേ ഒട്ടും ഫോളോ ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ പഠിക്കുക, അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഞാനൊരു ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, 10ാം ക്ലാസ് വരെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, +1 കഴിഞ്ഞതോടെ ഞാൻ ഹിന്ദി ഒഴിവാക്കും. +1 എത്തുമോ ഞാൻ ഹിന്ദി അങ്ങ് അടച്ചുകൂട്ടി വെക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 10ാം ക്ലാസ് ചേർന്ന് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴാണ് എങ്ങനെയാണ് ഹിന്ദിയിൽ മാർക്ക് സ്കോർ ചെയ്യുക, മാർക്ക് ഏൺ ചെയ്യാമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ +1 സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്തത്. പിന്നെ എനിക്ക് മനസ്സിലായി, മാർക്ക് വാങ്ങിക്കാനാണെങ്കിൽ ഹിന്ദി കഴിഞ്ഞിട്ട് ബാക്കി ഏത് സബ്ജക്റ്റ് ഉള്ളൂ. ബിക്കോസ് ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ കുറേ പ്രാവശ്യം വരാം, മാർക്ക് വാങ്ങിക്കാൻ വളരെയധികം ഈസിയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കുന്നത്. അതിൽ ഞാൻ +1 സ്കൂളിൽ പോയി 2-3 ക്ലാസ് ഹിന്ദി കഴിഞ്ഞിട്ടടക്കം ഞാൻ എൻ്റെ ഹിന്ദി ടീച്ചറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ മലയാളത്തിലേക്ക് മാറിക്കോട്ടെ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, കുഴപ്പമില്ല, നിന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ട് പറ്റും. പിന്നെ ആ ഒരു ടീച്ചറുടെ ഒരു കോൺഫിഡൻസ് കൂടെ എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു, ഹിന്ദി തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ എനിക്കും തോന്നി കുറച്ചൊക്കെ പഠിക്കാമല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ശരിക്കും പറയാം, എനിക്ക് എൻ്റെ ഡെയിലി ലൈഫിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദി പഠിക്കാൻ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാര സഭ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനൊരു സംഭവമുണ്ട്. അതിൽ 4 സ്റ്റേജസ് ഉണ്ട്. അതായത് ഹിന്ദിയുടെ അധികം ഗ്രാമർ, അതേപോലെ തന്നെ നമ്മൾ സുഗമ ഹിന്ദിയൊക്കെ പോലത്തെ വേറൊരു എക്സാംസ് ആണ്. അതിങ്ങനെ ഒരു സ്റ്റേജ് പോലെയാണ്. അതിൽ ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അതിൽ ഞാൻ പ്രാഥമിക് ഫസ്റ്റ് ക്ലാസ് പാസ്സാവുന്നത്. 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ അതിൻ്റെ മധ്യമിക്ക് എഴുതുന്നത്. അതിൽ ഞാൻ സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സായി. പിന്നെ രാഷ്ട്രഭാഷ എഴുതി, അതിലും സെക്കൻഡ് ക്ലാസ് പാസ്സായി. അപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് ഹൈ ലെവൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചർ, സ്കൂളിലത്തെ ടീച്ചറല്ല, വേറൊരു ടീച്ചറായിരുന്നു നമ്മളെ. അപ്പോൾ അത് ടീച്ചർ പറഞ്ഞു, ഒരു 7ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടാകുമ്പോൾ ആ പഠിത്തം കണ്ടിന്യൂ ചെയ്താൽ മതി, 4ാം ക്ലാസ്സിൽ നിന്നേ പഠിക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല, ചിലപ്പോൾ അത് കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്നു. പക്ഷേ 7ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് കോവിഡ് വന്നത്. പിന്നെ അത് അതിലേ നിർത്തി. ഇതിപ്പോൾ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, ഈ ഇത്രയും ക്വാളിഫിക്കേഷൻസ് എനിക്ക് ഉണ്ട്, പക്ഷേ ഞാനതൊക്കെ വാങ്ങിച്ചത് ജസ്റ്റ് ബൈ ഹാർട്ടിങ്ങിലൂടെയാണ്. ഞാൻ ഒന്നാമത് ആ ടൈം CBSE ആയിരുന്നു. അതുകൊണ്ടാണ് ബൈ ഹാർട്ടിങ് പവർ എനിക്ക് ആ സമയത്തുണ്ടായത്. ഇപ്പം ഇല്ല. ഞാൻ സ്റ്റേറ്റ് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ആ ഒരു പവർ അവിടെ ഇട്ടിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ഒട്ടും പറ്റില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടാണ് എനിക്ക് അത്രയും
സ്റ്റേജസ് കടന്നു പോകാൻ പറ്റിയത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ്ലി യു നീഡ് ടു സ്റ്റഡി ദ ബേസിക് എന്ന് വെച്ചാൽ ഹിന്ദി അക്ഷരങ്ങൾ അറിയണം, ഈ എല്ലാം അറിയണം, കക്കങ്ങ എല്ലാം അറിയണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതൊക്കെ നമുക്ക് ഏകദേശം മലയാളവും ഹിന്ദി ആയിട്ട് നമുക്ക് ഏകദേശം കമ്പയർ ചെയ്ത് വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ഒരു മലയാളം വേർഡിൻ്റെ ഹിന്ദി വേർഡ് അറിയില്ല, ഏകദേശം നമുക്ക് അവസാനം വരെയും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് മലയാളത്തിനെ ഹിന്ദിയാക്കി എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് അക്ഷരമാല കൃത്യമായിട്ട് അറിയണം. നമ്മുടെ മലയാളത്തിലത്തെ ജാ തന്നെ ഹിന്ദിത്തും ജായും എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ ഏകദേശം മാർക്കൊക്കെ കിട്ടും. ചിലപ്പോൾ അങ്ങനത്തെ വേർഡും ഉണ്ടാവും. എന്താ വെച്ചാൽ ഹിന്ദിയും മലയാളം ചില വേർഡ്സിനൊക്കെ കുറച്ച് സാമ്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് തിങ് ടു ഡു ഈസ് മേക്ക് ദ ഫൗണ്ടേഷൻ ബെറ്റർ. നല്ല രീതിയിൽ അക്ഷരങ്ങൾ പഠിക്കുക, അതേപോലെ തന്നെ കുറച്ച് ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ വായിക്കാനും പഠിക്കണം. പിന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹലോ, നമസ്തേ, പിന്നെ വെൽക്കം, ധന്യവാദ്, പിന്നെ ചെയ്യാൻ പാടില്ല, മത്കരോ, അങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്. നമ്മൾ എന്തായിട്ടും യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് നമ്മൾ പഠിക്കുക. അതിപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഹിന്ദി കാർട്ടൂൺ ഓഗിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ അതൊക്കെ പഠിച്ചത്. എൻ്റെ കസിൻ സിസ്റ്ററൊക്കെ, നമ്മളിപ്പോൾ യൂട്യൂബിൽ മലയാളം വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ചാനലാണില്ലേ, അതേപോലെ എൻ്റെ കസിൻ ഹിന്ദി ആൾക്കാരുടെ ഫാമിലി വ്ളോഗ്സൊക്കെയാണ് കാണാറ്. അവളുടെ ഹിന്ദി ഭയങ്കര ഫ്ലുവൻ്റ് ആണ്. ഷീസ് ഇൻ 6th സ്റ്റാൻഡേർഡ് ഐ ഗസ്. അപ്പോൾ അവളുടെ ഹിന്ദി ഭയങ്കര ഫ്ലുവൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതുണ്ടാക്കണമെങ്കിൽ ഹിന്ദി ഫിലിംസ്, ഹിന്ദി ഡ്രാമാസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാകെ അതൊക്കെ കാണുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ കഥ നല്ല ഭാഗത്തിൽ അറിയാം. കഥ ആയിക്കോട്ടെ, കവിത ആയിക്കോട്ടെ, അതിൻ്റെ തീമും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്നും നല്ല രീതിയിൽ അറിയാം. അതിന് ടെക്സ്റ്റ് തന്നെ വായിക്കാം. ടെക്സ്റ്റ് വായിക്കുന്നതിനോടൊപ്പം നമ്മൾ ആ പാഠത്തിലേതായിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ എന്താ പറയുക, എന്തായാലും ആ ഒരു വേർഡ് എഴുതിയാൽ ടീച്ചർക്ക് മനസ്സിലാവും നമ്മൾ ടെക്സ്റ്റ് വായിച്ചിനി, അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ പഠിക്കാം. അത് കുറച്ചേ ഉണ്ടാവും വേർഡ്സൊക്കെ, അതൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചാൽ നമ്മൾ എഴുതുന്ന സമയത്ത് അങ്ങനത്തെ വേർഡ്സൊക്കെ യൂസ് ചെയ്താൽ ടീച്ചറിലേക്ക് നമ്മൾ ടെക്സ്റ്റൊക്കെ വായിക്കുന്ന ആളാണ് അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് മാർക്ക് തരും. പൊതുവേ ഹിന്ദിയിൽ ഞാനിപ്പോൾ ഇതുവരെ ഞാൻ പഠിച്ച കാര്യങ്ങളെ പറയുന്നില്ല, +2ൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. +1 വരെ ഏകദേശം എല്ലാം ഈസി ആയിട്ടുള്ള കോണ്ടൻസ് ആണ്, അതായത് ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. എനിക്ക് തോന്നുന്നു +2ലാണ് പിന്നെയും കുറച്ചൊരു ഹാർഡായിട്ടുള്ള ലാംഗ്വേജ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ +1 പഠിക്കുമ്പോൾ എനിക്ക് +1 ഹാർഡായിരുന്നു കേട്ടോ. പക്ഷേ അതിനെക്കാട്ടും ഹാർഡായിട്ട് +2 അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഈ ഡയറി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കത് വർക്കാവുമെന്ന് എനിക്കറിയില്ല, കാരണം അത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു പരിപാടിയാണ്. എനിക്കത് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു പരിപാടിയാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് അത് എഫക്റ്റീവ് ആണെങ്കിൽ എന്ന് പറയാം കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡയറിയൊക്കെ ടീച്ചർ നോട്ട് തരും, അത് വായിക്കുമ്പോൾ മേ ബി നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട്, നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നേ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കുമെന്ന് വെച്ചാൽ, എനിക്ക് ഈ കഥ അറിയാം, എന്താ സംഭവം എന്നറിയാം. ഇതൊരു മലയാളം കഥയാണെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ആ ഡയറിയിൽ എഴുതുക എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു ത്രെഡാക്കി വെച്ചു. ഞാൻ നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയി മലയാളം ടു ഹിന്ദി, ആ ഒരു സൈറ്റ് ഉണ്ടല്ലോ, മലയാളം ടു ഹിന്ദി, അങ്ങനെ അടിച്ചു വെച്ച് ഞാൻ അതിൽ ടൈപ്പ് ചെയ്യും. എൻ്റെ ആ ഡയറിയിൽ ഞാൻ എന്തൊക്കെ പറയുന്ന രീതിയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ, ഞാൻ പറയാമല്ലോ, ഗൂഗിൾ വളരെയധികം ലളിതമായ ഭാഷയിലാണ് ഹിന്ദി തരുന്നത് നമുക്ക്. നല്ല ലളിതമായ ഭാഷ എന്ന് പറയുമ്പോൾ നമുക്കപ്പോൾ ഇത്രയും ഉണ്ടായിട്ടുള്ളൂ ആ ഒരു ഇതാവും. അതുമാത്രമല്ല നമുക്കത് പോയിന്റ് കിട്ടുകയും ചെയ്യും. പക്ഷേ ടെക്സ്റ്റ് ബുക്കത്തെ ആ ഒരു വേർഡ് ആയിരിക്കില്ല എന്നേ ഉള്ളൂ. പോയിന്റ് ഉണ്ടാവും, പക്ഷേ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിച്ചിനിന്ന് നമുക്ക് അതിലൂടെ കാണിക്കാൻ പറ്റില്ല, പക്ഷേ പോയിന്റ് ഉണ്ടാവും. ഞാൻ അതങ്ങനെ ചെയ്തിട്ട് എനിക്ക് കുറേ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമ്മളതൊന്ന് പറഞ്ഞ് നമ്മളത് വായിക്കുമ്പോൾ ഒന്നും കൂടെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോറായി. എനിക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഒന്നത് ചെയ്ത് നോക്കുക, എന്നിട്ട് ഹെൽപ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഹിന്ദിയിൽ വലിയ പാഠങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഹിന്ദിക്കും ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അതായത് അതിൽ മേജറായിട്ടുള്ള പോയിന്റ്, ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും എഴുതാൻ പറ്റുന്ന ചില പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്തും, അതേപോലെ തന്നെ നമ്മൾ എക്സാമിന് തൊട്ട് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണമെങ്കിൽ പാഠം മൊത്തം നോക്കിയാലും അതേപോലെ തന്നെ നോട്ട് മൊത്തം നോക്കിയാലൊന്നും നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് കിട്ടണമെന്നില്ല. അതായത് ഞാനിപ്പോൾ പറയുന്നത്, എക്സാമിന് ഇനി ഒരു 10 മിനിറ്റ് ഇല്ലു, അപ്പോൾ നമുക്ക് എല്ലാ നോട്ടും ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ട് ഇരിക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒരു 5 A4 ഷീറ്റിൽ ഏകദേശം എല്ലാ പാഠവും, അത്രയ്ക്ക് ചെറിയ നോട്ട് എന്ന് വെച്ചാൽ അതിലത്തെ മെയിൻ കാര്യങ്ങൾ എന്താണ്, അതിലത്തെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട വാക്കുകൾ എന്താണ്, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല. അത് സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ടതാണ്, വേറൊരാൾ പറഞ്ഞുണ്ടാക്കേണ്ടതല്ല. നിനക്ക് തോന്നുന്നത് നീ എഴുതണം. അതേപോലെ തന്നെ ഹിന്ദിയിൽ നമ്മൾ ടെക്സ്റ്റിലത്തെ കാര്യം പറയുകയാണെങ്കിൽ, ടെക്സ്റ്റിൽ നമുക്ക് കുറേ ഉണ്ടാവും. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മൾ ടെക്സ്റ്റത്തെ ചില ലൈൻസൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അതൊക്കെ ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ബൈ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, ഞാനത് ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് പറ്റാറില്ല, സത്യം പറയാമല്ലോ, എനിക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റാറില്ല. എനിക്ക് ബൈ ഹാർട്ട് ചെയ്യുന്നവരോട് വളരെയധികം അസൂയാണ്, കാരണം അവർക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ലാംഗ്വേജസിൻ്റെ കാര്യത്തിൽ ബൈ ഹാർട്ട് ചെയ്യുന്നവരോട് എനിക്ക് അസൂയില്ല, കാരണം എനിക്ക് ക്രിയേറ്റീവായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്.
അത്രേ ഉള്ളൂ. എനിക്ക് SSLC സ്റ്റുഡൻസിനോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഞാൻ പഠിച്ച SSLC ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് അല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് സിലബസ് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നും അറിയില്ല. ഞാൻ പഠിക്കുമ്പോൾ ഠാക്കൂർ കാക്കുവയും ബീർ ബഹൂട്ടിയും അതൊക്കെ പഠിച്ചിട്ടാണ് വളർന്നത്. ബീർ ബഹൂട്ടിയൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. എനിക്കുണ്ടായ ബീർ ബഹൂട്ടിയും ഠാക്കൂർ കാക്കുവയും ഒന്നും അല്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞതൊക്കെ ഒന്ന് കേൾക്കുക. ആൻഡ് ഇതിന് ശേഷം ഞാൻ +1 ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം വേണമെങ്കിൽ അത് കേൾക്കാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിനുശേഷം ഞാൻ എക്സാംസിന് എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ തന്നെ. അതും കൂടെ കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി, ഇവിടുന്ന് ബേക്കടിച്ച് പോലെ. അപ്പോൾ +1 സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, +1 ശരിക്കും ഹിന്ദി ഈസിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഈസി അല്ലേ? 8 മാർക്ക് നമ്മൾ ജസ്റ്റ് ഒരു 25 വേർഡ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് 8 മാർക്ക് 100% നമുക്ക് ഷുവറാക്കാൻ പറ്റും. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, 8 മാർക്ക് നമ്മൾ മലയാളമൊക്കെ എടുത്തിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നു അവസ്ഥ? 2 പേജൊക്കെ എഴുതിയാൽ മാത്രമേ നമുക്ക് മലയാളത്തിൽ 8 മാർക്കൊക്കെ ഫുള്ളായിട്ട് കിട്ടും. ഇത് ജസ്റ്റ് ഒരു 20 വേർഡ് ഉണ്ട്. അതിലും ഏകദേശം പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് വേർഡ്സൊക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ അത് ഒരു 8 എണ്ണം വരും. അതും മീനിങ് ആയിട്ട് എഴുതാനും അല്ല വരുന്നത്, ജസ്റ്റ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ തന്നെ ഇത് ഇതിൻ്റെതാണെന്നുള്ളൊരു ഐഡിയ കിട്ടും. അതൊക്കെ പഠിച്ചിട്ട് പോയാൽ 8 മാർക്ക് ഈസി ആയിട്ട് കിട്ടി. നമുക്കത് ശരിക്കും പറഞ്ഞാൽ മുന്നേ ക്വസ്റ്റ്യൻ ചോർത്തൽ തന്നെയാണത്. അപ്പോൾ അതൊക്കെ പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തായാലും വരും എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫിലിമി സമീക്ഷയാണ്. ഒരു ഫിലിം റിവ്യൂ, മൻപസന്ത് ഫിലിം കോ സമീക്ഷ കരയാണ്, അങ്ങനെ എന്തുവാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലിമിനെ കുറിച്ച് റിവ്യൂ എഴുതാം. അത് എല്ലാ കൊല്ലം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് ഒന്ന് പഠിക്കുക. ക്രിസ്മസ് എക്സാമിനും ഓണം എക്സാമിനും മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും അത് അങ്ങനെ എഴുതിയാൽ മതി. അതിനും 8 മാർക്കോ 6 മാർക്കോ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെന്താ ദോഹ ഉണ്ടല്ലോ, അതിലും അതെ. എല്ലാം നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാം. നമ്മുടെ +1 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ ചാപ്റ്റർ അനുതാപ് ആയിക്കോട്ടെ, അതിൽ ജസ്റ്റ് നമുക്ക് ഒരു കാര്യം അറിഞ്ഞാൽ നമുക്ക് തന്നെ അത് എഴുതാൻ പറ്റും. അനുതാപൊക്കെ നല്ല ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. പക്ഷേ അങ്ങനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടുണ്ടായത്. പക്ഷേ കഴിഞ്ഞ നമ്മളെ പബ്ലിക് എക്സാമിനുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പാറ്റേൺ ചേഞ്ച് ആയതാണ്, പക്ഷേ സ്റ്റിൽ അത് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. +1 ഹിന്ദിയിൽ ഏകദേശം കഥ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ചാൽ മതി. ഇറ്റ്സ് ഈസി ടു ഏൺ ദ 100 മാർക്സ്. നമ്മളെ 520 ഒരു 100 മാർക്ക് എന്ന് പറയുന്നത് അത്ര ചെറിയ മാർക്കല്ല. അത് നമുക്ക് ശരിക്കും ഇങ്ങോട്ട് തരുന്ന പോലെയാണ് ഹിന്ദി ഫീൽ ചെയ്യുന്നത് എനിക്ക്. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, ഒട്ടും കുഴപ്പമില്ല. പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോഴേ ഒന്ന് എല്ലാം ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹിന്ദി ഒന്ന് ജസ്റ്റ് നോക്കിപ്പോയാൽ, നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുന്ന പോലെ കുത്തിയിരുന്ന് പഠിക്കണമെന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് അന്ന് എടുത്തെങ്കിൽ അന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആവും. നിങ്ങൾക്ക് 100% ഞാൻ ഗ്യാരണ്ടി തരാം, 100 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആ സമയത്ത് എഫേർട്ട് ഇടണം കേട്ടോ, എഫേർട്ട് ഇടാതെ കിട്ടില്ല. ഫസ്റ്റ്ലി യു നീഡ് ടു ഹാവ് എ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്. അത് നല്ലതാണ് പറയുന്നത്, എനിക്ക് അത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ല. എൻ്റെ ഒരു ചെരിഞ്ഞ് കേഴ്സീവ് എഴുതി അങ്ങനെ ഒരു ചെരിഞ്ഞൊരു ഹാൻഡ് റൈറ്റിംഗ് ആണ്. ആൻഡ് മേക്ക് യുവർ ഹാൻഡ് റൈറ്റിംഗ് ബിറ്റ് ബിഗ്ഗർ. കുറച്ച് വലുതായിട്ട് എഴുതിയാൽ ടീച്ചർക്ക് കുറച്ച് കാണാനും ഈസിയാവും, നമ്മൾ കുറച്ചധികം പേപ്പർ എടുത്ത പോലെയൊക്കെ തോന്നും. പിന്നെ കുറച്ച് നീറ്റായിട്ടൊക്കെ ഒന്ന് എഴുതിയാൽ വായിക്കുന്ന ടീച്ചർക്ക് കുറച്ച് ഇമ്പ്രഷനൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാം. ഫസ്റ്റ് പേജ് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി, അറിയുന്നതിനനുസരിച്ച് മാത്രം എഴുതിയാൽ മതി. അതായത് ഇപ്പോൾ ആദ്യം തന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, അത്യാവശ്യം നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, പിന്നെ ആദ്യത്തൊക്കെ എല്ലാം നല്ല ആൻസേഴ്സ് ആണ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്, ടീച്ചർക്ക് ഒരു ഇംപ്രഷൻ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് വെട്ടലും പിന്നെ കുറച്ച് റോങ് ഒക്കെ ആയാൽ പിന്നെയും കുഴപ്പമില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, റൈറ്റ്? അപ്പം അത് ആദ്യം നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യാം. അറിയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ +1 ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫിലിമി സമീക്ഷ, അതേപോലെ തന്നെ ഈ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അതൊക്കെ ആദ്യം തന്നെ എഴുതാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോർമാറ്റ് നല്ല അടിപൊളിയായി തന്നെ പഠിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദിയിൽ ഫോർമാറ്റിന് നല്ല മാർക്കുണ്ട്. ചില ഡിസ്കോഴ്സസിനൊക്കെ ജസ്റ്റ് ഒരു ബോക്സ് വരച്ചാൽ 1 മാർക്ക് കിട്ടും നമുക്ക്. അപ്പോൾ ഫോർമാറ്റ് നല്ല രീതിയിൽ തന്നെ പഠിക്കാം. അതിപ്പോൾ എന്തായാലും ക്യാരക്ടർ സ്കെച്ച് ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ ഫോർമാറ്റ് പഠിക്കാം. ഒരു ഡയറിക്ക് ഒരു 5 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ബോക്സ് വരച്ചാൽ 1 മാർക്കായി. പിന്നെ അതിൽ ഡേറ്റ് എഴുതിയാൽ, പിന്നെ സംബോധന ഉണ്ടല്ലോ, സല്യൂട്ടേഷൻ, അത് കൊടുത്താൽ, പിന്നെ ലാസ്റ്റ് അവസാനം ഉള്ള ഒരു കൺക്ലൂഷനും ബിഗിനിങ്ങും അതൊക്കെ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്നതല്ലേ, കുറച്ച് സെയിം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ എഴുതി. പിന്നെ നടുക്ക് കുറച്ചൊരു പാഠത്തിൻ്റെ ഒരു തീമും പിന്നെ ഏകദേശം ഒന്ന് പഠിച്ചു പോയാൽ തന്നെ ആ നടുക്ക് എഴുതേണ്ട കുറച്ച് കിട്ടും. അപ്പത്തിന് നമുക്ക് ഫുൾ മാർക്കായി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാം എഴുതി കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടെങ്കിൽ മാത്രം അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. നമ്മൾ
എക്സ്ട്രാ എഴുതുമല്ലോ, അതൊക്കെ സമയം ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. രണ്ടും അറിയാമെന്ന് വെച്ച് എഴുതിയാലും നമുക്ക് രണ്ടും മാർക്ക് കിട്ടില്ല. ഇത്രയും വർഷമായിട്ടും അത് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, അറിഞ്ഞിട്ടും അതങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് ചെയ്യുന്നത് ടൈം വേസ്റ്റാണ്. എക്സാം കഴിഞ്ഞ് കുറച്ചധികം സമയം ബാക്കിയുണ്ടെങ്കിൽ എല്ലാം ഒന്ന് വായിച്ചു നോക്കാം. ഹിന്ദിയിൽ എനിക്ക് പറ്റുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അങ്ങനെ വല്ലതും മാറിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ എപ്പോഴും അവസാനം വായിക്കും. അന്നൊരിക്കൽ എനിക്ക് SSLC അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും എഴുതി കഴിഞ്ഞ് ഹിന്ദിയിൽ ക്യാരക്ടേഴ്സ് മാറിയിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൊന്ന് വായിച്ചു നോക്കുക തന്നെ വേണം. നമുക്ക് എന്താ വെച്ചാൽ ഓർമ്മയുണ്ടാവില്ല, അതെഴുതി അത് മാറുന്ന കാര്യം നമ്മൾ ചിന്തിക്കുന്നേ ഇല്ലല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതൂലേ, കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിനൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതായത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും മെയിൻ പോയിന്റ് നമ്മൾ സെൻറ്റൻസ് ആയിട്ട് എഴുതുന്നുണ്ടാവും, പക്ഷെ അതിൽ മെയിനായിട്ട് നമ്മൾ ആ ഒരു വേർഡ് ഉണ്ടാവുമല്ലോ, അതൊന്ന് ജസ്റ്റ് പെൻസിലിനെ കൊണ്ടൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ ടീച്ചർക്ക് വേഗം ഈ പോയിന്റ് ഉണ്ട് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. നമ്മളെ ടീച്ചർ തന്നെ പറഞ്ഞൊരു ട്രിക്കാണ് കേട്ടോ, ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, ടീച്ചറായിട്ട് തന്നെ പറഞ്ഞ ട്രിക്കാണിത്. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടൈം മാനേജ്മെന്റ് ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യനെ 2 മാർക്കിനെ തന്നെ എഴുതണം, അല്ലാതെ 4 മാർക്കിനൊന്നും എഴുതിയാൽ മാർക്ക് നമുക്ക് അധികം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം അറിയുന്നതൊക്കെ എഴുതണം, അതിനുശേഷം വലിയ മാർക്സിൻ്റെ ഒക്കെ എഴുതണം. പിന്നെ മാർക്കിൻ്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അതെന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അറിയുന്നതൊക്കെ ആദ്യം എഴുതി, പിന്നെ നമ്മൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതുമെന്ന് വിചാരിക്കാം. അപ്പോൾ കുറേ സമയം ബാക്കിയുണ്ടല്ലോ, എഴുതി ചിലപ്പോൾ കുറേ പോകും. അപ്പോൾ നമ്മൾ ആദ്യം വലുതൊക്കെ എഴുതി കഴിഞ്ഞാൽ അവസാനമാകുമ്പോൾ നമുക്ക് സമയം കുറവല്ലേ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ലിമിറ്റഡ് ആക്കും നമ്മൾ എഴുത്തും, നമ്മൾ ടൈം മാനേജ് ചെയ്തുകൊണ്ട് തന്നെ എഴുതും. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്, ഇത്രേ ഉള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. എനിക്കിത് പറയാൻ അത്ര വലിയൊരു റൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഹിന്ദി വീക്കാണ്. പക്ഷേ സ്റ്റിൽ ഞാൻ +1 ആ ഒരു ഫുൾ മാർക്ക് കിട്ടേണ്ട ഒരു ബലത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ വന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എങ്ങനത്തെ വീഡിയോ ആണ് ഇനി വേണ്ടതെന്ന് നിങ്ങൾ പറയാം. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും സജഷൻസ് ഓർ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറയാം. സ്റ്റഡി ടിപ്സ് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.